ചാണ്ടിയമ്മൻ സാറെ MLA ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. എന്നിരുന്നാൽ ആ 3-4 മാസങ്ങൾക്കിടയ്ക്ക് തന്നെ വളരെ വിപുലമായിട്ടുള്ള വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അതിന് 2 പദ്ധതികളിൽ നമ്മളുടെ സ്കൂളിനെ ഭാഗമാക്കിയിരിക്കുന്നത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സാറിനുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങളോട് പറയും നമ്മളുടെ സാറിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആ പ്രൊഫൈൽ നിങ്ങൾക്ക് നോക്കിയാലറിയാം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹിയിൽ എണ്ണം പറഞ്ഞ കോളേജുകളിലും കണ്ട സെന്റ് സ്റ്റീഫൻസ് കോളേജിലും അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലോ കോളേജിലും നാഷണൽ ലോ സ്കൂളിലും ലോ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ തുടർ പഠനം നടത്തിക്കൊണ്ട് ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏതാനും വർഷങ്ങൾക്ക് മുന്നേ മാത്രം നിങ്ങളുടെ പോലെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തുപോയ ആ യുവാവായിട്ടുള്ള MLA വന്നതിന്റെ മാറ്റം 2 കാര്യങ്ങളാണ് നമുക്ക് സ്കൂളിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വിദ്യാജ്യോതി എന്ന പദ്ധതി, അത് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഓൺലൈൻ മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തതാണ്. വിദ്യാജ്യോതി എന്ന് പറയുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചില്ല, ഹയർ സെക്കൻഡറിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ. ഡൽഹിയിലെ കോളേജുകളിൽ ഡൽഹി തലസ്ഥാനമായതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതിനെപ്പറ്റിയുള്ള ധാരണയില്ല. അത് വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ കേരളത്തിലൂടെയൊക്കെ പഠിക്കുന്നുള്ളൂ. അതിന് അവർക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടി, മോട്ടിവേഷൻ നൽകാൻ വേണ്ടി, ട്രെയിനിങ് നൽകാൻ വേണ്ടി ഇപ്പോൾ കോമൺ എൻട്രൻസ് ടെസ്റ്റുകളാണ് നാഷണൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ. അപ്പോൾ അതിനുള്ള ഒരു പരിശീലന പദ്ധതി എന്ന നിലയ്ക്കാണ് വിദ്യാജ്യോതി ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ അതിന് ട്രെയിനിങ് പ്രോഗ്രാം ആവശ്യം അതിനെ വരും. അതോടൊപ്പം യുവജനങ്ങളിൽ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് തന്നെ പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്പോർട്സിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ സമീപിച്ചപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൽ നമുക്ക് പരിമിതമായ സ്ഥലസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് പണിയാനുള്ള അവസരം അതോടൊപ്പം നമ്മുടെ യുവജനങ്ങളെ മാത്രമല്ല പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന പദ്ധതിക്ക് ഞാനും പോയിരുന്നു. ആശ്രയ എന്ന ഭവന പദ്ധതി 30ഓളം വീടുകൾക്കാണ് കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടത്. അങ്ങനെ വളരെ തഴക്കം ചെന്ന MLA-മാരെ കഴിഞ്ഞും വളരെ ചടുലമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി ആ തലമുറ മാറ്റത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഭാവിയെ സൂചിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട MLA ആണ് ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർക്കുന്ന. സാറിനെ എല്ലാവിധ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു സ്കൂളിന്റെ പേര്. ഒരു നേതാവ് അദ്ദേഹത്തിന്റെ യോഗത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ പുതുപ്പള്ളിയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ തന്റെ പിതാവ് തെളിച്ച വഴിയിലൂടെ അതിവേഗം ബഹുദൂരം ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സാറിനെ സ്കൂളിന്റെ ആദരമേറ്റുവാങ്ങി സാരംഗി 2K ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളി വന്ന് നിങ്ങളുടെ സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അതിലേറെ സന്തോഷം എൻ്റെ പിതാവ് ഇവിടെ അയ്യച്ചാടി തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ 3 സ്ഥാപനങ്ങൾ തുടങ്ങിയതിൽ ഒന്ന് ഇതാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് നിങ്ങളോട് പറയുവാൻ. എൻ്റെ MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ നിങ്ങളുടെ സ്കൂളിനായിട്ട് പ്രത്യേകമായി ബാസ്കറ്റ്ബോൾ കളിക്കുവാൻ വേണ്ടിയുള്ള കോർട്ടിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ പോലും അതിനെല്ലാം പരിഹരിച്ച് അത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ഉറപ്പം ഞാൻ പ്രിൻസിപ്പളോട് ചോദിക്കുകയാണ്, പബ്ലിക്കിനോട് തുറന്നു കൊടുക്കണം നിങ്ങളുടെ സ്കൂള്. എല്ലാ സമയവും വേണമെന്നില്ല, പക്ഷേ
അവർക്കും ആവശ്യം വരുവാണെങ്കിൽ, കാരണം എൻ്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ മൊത്തം ഫണ്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും സ്കൂളിന് നേരുന്നു. ഒപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾ നാളുകളിൽ സമൂഹത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരാളെ നിങ്ങൾ ഇന്ന് വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ ബിലിക്സ് വിനായക് PJ. അദ്ദേഹം ലെക്ചററാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. തീർച്ചയായിട്ടും ഡോക്ടർ എന്ന് മാത്രമല്ല, ഒരു കോളേജിൽ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ബിലിക്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിന് ഒരു തിരക്കുറി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ച് അതുപോലെ സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ സഹായിക്കുവാനും അതുപോലെ തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾ തുടക്കം കുറിക്കണം. ഞാൻ സ്പോർട്സിന്റെ കാര്യത്തിൽ പുതുപ്പള്ളി മണ്ഡലത്തെ ഒരു സെന്ററാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നാടിന് സ്പോർട്സ് ഒരു കൾച്ചറായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ സ്പോർട്ടിംഗ് സ്പിരിറ്റ് ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് ചെയ്ത് പഠിക്കുന്നത് മാത്രം പഠനമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ ഇറങ്ങി കളിക്കുമ്പോഴും കുറെ കാര്യങ്ങൾ പഠിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു കാര്യം പരാജയം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിത്തത്തോട് താല്പര്യം, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഡിഗ്രി എൻ്റെ ഇരിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഇത്രയും ഗുണം ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, അന്ന് പഠിച്ചതൊക്കെ ഇന്ന് എനിക്ക് ഗുണം ചെയ്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊരു പഠനവും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. ആ ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ നാടിനും നിങ്ങളുടെ ലോകത്തിനും മാറ്റം കൊണ്ടുവന്നവരായി മാറും. നിങ്ങളാണ് ഈ ലോകത്തിൽ മാറ്റം കൊണ്ടുവരാൻ, വേറെ ആർക്കും സാധിക്കത്തില്ല. നമ്മൾ ഗവൺമെന്റ് ആലോചിച്ചിരിക്കും